അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു, നിങ്ങളെ മുറാദുകൾ ഒരു കടലാസിൽ എഴുതി തന്നാൽ മതി, പിന്നെന്തിനാണ് ഇങ്ങനെ ഒരു പാർട്ടി? ഞങ്ങൾ പറഞ്ഞു, എന്നും നെഹ്റു കുടുംബവും ഗാന്ധി കുടുംബവും ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രത്തിൽ ഉണ്ടാകണമെന്നില്ല. കാലങ്ങൾ മാറി മറിയും. അന്നാ പറഞ്ഞത് ഇന്ന് അന്വർത്ഥമായി. ഇന്ന് ഗാന്ധി കുടുംബം അല്ല ഇന്ത്യ ഭരിക്കുന്നത്, ഇന്ന് നെഹ്റു കുടുംബം അല്ല ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ന് പറഞ്ഞാൽ കേൾക്കാത്ത നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അന്ന് മഹാനായ ഖായിദ മില്ലത്ത് പറഞ്ഞത്, നെഹ്റുജി, ഞങ്ങൾക്ക് കെട്ടിപ്പിടിച്ച് കരയാനെങ്കിലും ഒരു പാർട്ടി വേണം ദുരിതം ഉണ്ടാകുമ്പോൾ. ആ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് ഇന്നും നിലനിൽക്കുക, മായാതെ മങ്ങാതെ, ആർക്കും ചവിട്ടാൻ കൊടുക്കാതെ, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ദളിതനെയും പിന്നോക്കക്കാരനെയും സുന്നിയെയും മുജാഹിദിനെയും അഹ്ലെ ഹദീസിനെയും അഹ്ലെ ഖുർആനെയും എല്ലാ വിഭാഗത്തെയും വിവിധ കമ്പാർട്ട്മെന്റുകളിലാക്കി മുസ്ലിം ലീഗാകുന്ന ഈ എഞ്ചിൻ ഘടിപ്പിച്ച് പാണക്കാട്ട് തങ്ങളാകുന്ന ഡ്രൈവർ ന്യൂനപക്ഷത്തിന്റെ ഈ റെയിൽവേ ട്രാക്കിലൂടെ തട്ടാതെ മുട്ടാതെ പൊട്ടാതെ ആർക്കും ചവിട്ടാൻ കൊടുക്കാതെ ഇതിങ്ങനെ അതിദ്രുതം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അന്തസ് പാലക്കാട് വിട്ടാൽ തമിഴ്നാട്ടിലില്ല, കാസർഗോഡ് വിട്ടാൽ കർണാടകയിലില്ല. പാർട്ടിയുടെ കാറ് വിറ്റിട്ട് കോളേജ് തുടങ്ങിയൊരു പാർട്ടി, മെമ്പർഷിപ്പിൻ്റെ കാശും കൂട്ടിയിട്ട് ഫറൂഖ് കോളേജ് തുടങ്ങിയൊരു പാർട്ടി. അറിയോ, തൻ്റെ തലയിലെ തൊപ്പി നീട്ടിക്കാട്ടി കെ കരുണാകരനോട് വരെ കരുണയുള്ള കരുണാകരൻ്റെ കരുണ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ എൻ്റെ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. നിങ്ങൾ അറിയണം, അല്ലാഹു അദ്ദേഹത്തിൻ്റെ ദറജ വർദ്ധിപ്പിക്കട്ടെ. അലിഫ് എന്നെഴുതി റാ എന്നെഴുതി അറ എന്ന് വായിച്ച് അറഅയ്തല്ലദീ ഓതിപ്പടിക്കുന്ന മതകലാലയങ്ങൾ ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ വരെ 11,000-ഓളം മദ്രസകൾ. നിച്ച് ഓഫ് ട്രൂത്തിന് വേറെ, ദക്ഷിണക്ക് വേറെ, സംസ്ഥാനക്ക് വേറെ, സുന്നി വിദ്യാഭ്യാസ ബോർഡിന് വേറെ, എല്ലാവർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. നിങ്ങൾ ആലോചിക്കണം, അന്തരീക്ഷ അനുകൂലമായാലേ ഇതെല്ലാം നടക്കൂ. കലാപുള്ള ഭൂമിയിൽ രാത്രി മദ്രസ ഇല്ല, പകലും മദ്രസയില്ല, JCB കൊണ്ടുവന്ന് പൊളിക്കുകയാണ്. അങ്ങനെയൊരു സാഹചര്യം വരുമ്പോൾ കേരളത്തിൽ എന്തൊരു സമാധാനം, എന്തൊരു സന്തോഷം. അഖണ്ഡ നാമയജ്ഞം ഇവിടെ മുഴങ്ങുമ്പോൾ അപ്പുറത്ത് വേറെയാണ്. നിങ്ങളറിയണം, സുബഹി ബാങ്ക് കൊടുക്കാൻ മുഅദ്ദിൻ പള്ളിയിലേക്ക് പോകുന്നത് ക്ഷേത്രത്തിലെ പാട്ട് കേട്ട് ഉണർന്നാണ്. ആ ഉണർത്തുപാട്ട് കേട്ടാണ് ഇവിടുത്തെ മുഅദ്ദിൻ ബാങ്ക് കൊടുക്കാൻ പോകുന്നത്. ഇനിയോ സഹോദര സമുദായക്കാരായ താമിയേട്ടന്മാർ, കോരന്മാർ, അവരൊക്കെ കച്ചവട പീടിക വരെ തുറക്കാൻ, ചായക്കട തുറക്കാൻ പോകുന്നത് സുബഹി ബാങ്കും കേട്ടാണ്. അതാ കേരളം. വലിയ അത്ഭുതമാണത്, ചെറിയ കാര്യമല്ല. ഓംകാര വിളികൾ, ഓശാനപ്പാട്ടുകൾ, ഓത്തുപള്ളികൾ നിറഞ്ഞ കേരളം. ഇവിടെ ചന്ദനപ്പൊട്ട് ധരിച്ച ചന്ദ്രനും നിസ്കാരത്തഴമ്പുള്ള നിസാർ അഹമ്മദും കുരിശു ധരിച്ച കുര്യാക്കോസും ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ, ഒരമ്മ പെറ്റ മക്കളെ പോലെ കഴിയാണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, സുബഹി ബാങ്ക് കേട്ടാണ് സഹോദര സമുദായക്കാരെ ഉണരുക. എൻ്റെ ഉപ്പൊരു ഖത്തീബായിട്ട്, അള്ളാഹു അദ്ദേഹത്തിൻ്റെ പരലോകം ധന്യമാക്കട്ടെ. ഉപ്പ പള്ളിയിൽ 2 ദിവസം ലീവിന് പോകുമ്പോൾ എന്നോട് പറഞ്ഞു, ഒന്ന് നിസ്കരിക്കാൻ ഇമാമായി നിൽക്കണം. ഞാനന്ന് പൊന്നാനി കോളേജിൽ പഠിക്കുന്ന പ്രീ ഡിഗ്രിക്ക് ഞാൻ ഇമാമ് നിൽക്കാൻ പോയി. മഗ്‌രിബ് ഇശാ ഒക്കെ നിസ്കരിച്ചു. സുബഹിക്കും ഇതുപോലെ ഇമാമായി നിന്നു. ചായ കുടിക്കാൻ ചെന്നപ്പോൾ താമിയേട്ടൻ പറഞ്ഞു, ആരാ കുട്ടിയെന്ന് ബാങ്ക് കൊടുത്തത്? ഞാൻ പറഞ്ഞു, ഉസ്താദ് നാട്ടിൽ പോയതാണ്. ചോദ്യത്തിനല്ല ഉത്തരം, ഉസ്താദ് നാട്ടിൽ പോയതാണ്. താമിയേട്ടൻ പറഞ്ഞു, ആരായാലും വിവരം പറഞ്ഞാളെ, ഇന്ന് 2 എണ്ണം കുറവാതാണ്. അന്ന് അസ്വലാത്തു ഖൈറും മിനൻ നൗം മറന്ന ദിവസമായിരുന്നു, അറിയോ നിങ്ങൾക്ക്? താമിയേട്ടൻ അത് നന്നായി ശ്രദ്ധിച്ചു. അതാണ് ഈ നാട്. എന്ത് നല്ല സാഹോദര്യം. ഒരു ഭാഗത്ത് ബാബരി മസ്ജിദ് പൊളിക്കുമ്പോൾ ക്ഷേത്രത്തിന് കാവൽ നിൽക്കാൻ പഠിപ്പിക്കുന്ന പാണക്കാട്ട് തങ്ങൾ, അങ്ങാടിപ്പുറം ക്ഷേത്രത്തിന്റെ ഗോപുരവാതിൽ കത്തിയപ്പോ എൻ്റെ പൊന്നു തങ്ങൾ ആ വാതിൽ സന്ദർശിച്ച് നോക്കുന്നൊരു രംഗുണ്ട്. അത് കണ്ടാണ് ഈയിടക്കടുത്ത് മരണപ്പെട്ട MT വാസുദേവൻ നായർ പറഞ്ഞത്, ഓ, ഇതുപോലൊരു മഹാൻ ഈ കേരളത്തിൽ ജനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ ഗതി എന്താകുമായിരുന്നു എന്ന് ഞാൻ ഇടക്കിടക്ക് ഓർക്കാറുണ്ട്. നിങ്ങൾ ആലോചിക്കണം, മുനമ്പം വിഷയം കത്താൻ നിൽക്കുക.
തീപ്പെട്ടിക്കൊള്ളി ഉരസിട്ട് തീ കൊടുക്കാൻ കാത്തു നിൽക്കുകയാണ്. അവിടെയാ പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പോയി ക്രിസ്തീയ സഹോദരന്മാരെ ആശ്വസിപ്പിക്കുന്നത്. കത്തിയാൽ പോയി, എല്ലാം അവതാളത്തിലായി. തങ്ങളെ അഭിനന്ദിച്ചു. ആര്? കാത്തോലിക്ക ബാവ. നോക്കണം, കാത്തോലിക്ക ബാവ അഭിനന്ദിക്കുമ്പോഴും നമ്മളെ കൂട്ടത്തിലെ ബാവാരൊക്കെ തിരിഞ്ഞെടുക്കണം. പറ്റൂല. നമ്മൾ പാണക്കാട്ട് തങ്ങളുടെ പിന്നിൽ ഒന്നിച്ചു നിൽക്കണം. എന്തിനാണത്? ഈ അത്ഭുതം കേരളത്തിൽ നാം വിളയിച്ചതും ഈ വലിപ്പം നമുക്കുണ്ടായതും ഒന്നിച്ചു നിന്നതിൻ്റെ ഹൈറിലാണ്. ഏതുപോലെ പൗരത്വ റാലിയിൽ നാം കാണിച്ച ധൈര്യം. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇമാമ് നിൽക്കുമ്പോൾ തൊട്ടു പിന്നിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ഹൈദരലി ശിഹാബ് തങ്ങൾ കസേരയിൽ ഇരിക്കുന്നു, തൊട്ടടുത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിൽക്കുന്നു, ഹുസൈൻ മടവൂരുണ്ട്, അബ്ദുള്ള കോയ മദനിയുണ്ട്, ആരിഫ് അലിയുണ്ട്, സംസ്ഥാന കേരളയുണ്ട്, ദക്ഷിണ കേരളയുണ്ട്, സമസ്ത കേരളയുണ്ട്. എല്ലാം ഒന്നിച്ചു നിൽക്കുന്നു. പൗരത്വ റാലിയിൽ നാം ഒന്നിക്കാനുള്ള കാരണം തലപോകുന്ന വിഷയമാണ് എന്നുള്ളത് കൊണ്ടാണ്. ആ വിഷയം ഇപ്പോഴും ഹയാത്തിലുണ്ട്, അത് മൗത്തായിട്ടില്ല. ഇനി വരുന്ന വിഷയങ്ങളൊക്കെ അത്യന്തം അപകടകരമാണ്. നമ്മളെങ്ങാ ഒന്ന് ഭിന്നിച്ചാൽ അത്ഭുതം ഉണ്ടാവും. മുസ്ലിങ്ങൾക്ക് മാത്രം വോട്ടുള്ള മണ്ഡലത്തിൽ നിന്ന് ഒരു BJPയിലേക്ക് LK അദ്വാനിയുടെ സ്വഫിലേക്ക് ഒരാളെ പറഞ്ഞയച്ചു. ഈ നാട് മുസ്ലിങ്ങൾക്ക് മാത്രം വോട്ടുള്ള മണ്ഡലം ലക്ഷദ്വീപ്. ഞാൻ ആ നാട്ടിൽ പോയിട്ടുണ്ട് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന്. ഈ കഴിഞ്ഞ 13-ന് PM സയ്യിദിൻ്റെ അനുസ്മരണത്തിന് എന്നെ ക്ഷണിച്ചിരുന്നു. നിങ്ങളറിയണം, എന്തൊരു കൗതുകമുള്ള നാട്. പഴയ വല്യമ്മമാരെ കാണണമെങ്കിൽ, പഴയ കോന്തല കാണണമെങ്കിൽ, പഴയ കൈക്കൊട്ടിപ്പാട്ട് കേൾക്കണമെങ്കിൽ ലക്ഷദ്വീപ് എന്ന് പോയാൽ മതി. പാമ്പില്ലാത്ത, നായയില്ലാത്ത, കാക്കയില്ലാത്ത, സിനിമാശാലകളില്ലാത്ത, മദ്യഷാപ്പുകളില്ലാത്ത ആ നാട് എന്തൊരു സുന്ദരമായ നാടാണ്. മുസ്ലിങ്ങൾ മാത്രം, ആ മുസ്ലിങ്ങൾക്ക് മാത്രം വോട്ടുള്ള മണ്ഡലത്തിൽ നിന്ന് സ്ഥിരമായി ജയിക്കുന്ന PM സയ്യിദിനെ പരാജയപ്പെടുത്തി അവിടെ നിന്ന് ഡോക്ടർ പൂക്കുഞ്ഞിക്കോയ എന്ന് പറയുന്ന ഒരുത്തനെ LK അദ്വാനി വന്ന് പ്രസംഗിപ്പിച്ച് ജയിപ്പിച്ചു കൊണ്ടുപോയി. നമ്മളൊന്ന് മനസ്സ് വച്ചാൽ, ഒന്ന് താളം തെറ്റിയാൽ കൊടുവള്ളിയിലും പിടിവള്ളി പോകും, മലപ്പുറത്ത് പോകും. കണ്ടില്ലേ പാലക്കാട് നമ്മളൊരു അപകടം കാക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റിസൾട്ടൊക്കെ വരുന്നെന്ന് മനുഷ്യൻ, ഞാനൊക്കെ ഇങ്ങനെ ഇനി ചൊല്ലി പറയാത്തതൊന്നുമില്ല. ഞാൻ ആഫിലാകണമെങ്കിൽ അന്നാവണം. എന്താ കാര്യം? ആകെ 2 ടീം തമ്മിലാ മത്സരം, UDFും BJPയും. താമരയും കൈപ്പത്തിയ മത്സരം. അരിവാൾ അവിടെ ഒന്നുമല്ല. അരിവാൾ ഉണ്ടെങ്കിൽ കറകളഞ്ഞ മുത്തലക്കായ സഖാക്കളൊക്കെ അരിവാളിന് കുത്തും. അവിടെ ചിഹ്നം പോലും മാറ്റിവെച്ചു. ഒരു പഴയ കോൺഗ്രസ്സുകാരനെ കൊടുത്ത് നിർത്തി. എന്തിനാ? അത് ഞങ്ങൾക്ക് രസമുള്ള സ്ഥാനാർത്ഥിയല്ല, ഇഷ്ടമുള്ളവനല്ല, എന്നിട്ടെങ്കിലും കോൺഗ്രസ്സിന് ചെയ്യരുത്. ആ ആൾക്കാരൊക്കെ ദേഷ്യം പിടിച്ചിട്ടെങ്കിലും താമരക്ക് ചെയ്യട്ടെ എന്ന ചിന്തയായിരുന്നു. എൻ്റെ കമ്മ്യൂണിസ്റ്റുകാർ സാധാരണ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, നമ്മൾ ഈ നാട്ടിലെ സഖാക്കളൊക്കെ നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ സഖാക്കളെ പ്രസംഗം കേൾക്കുമ്പോഴുള്ള വരിയാണ് പരിശോധിക്കേണ്ടതാണെന്ന്. പക്ഷെ പരിശോധിക്കാനൊരു യന്ത്രം കിട്ടിയത് പാലക്കാട് മാത്രം, സ്റ്റെതസ്കോപ്പ്. പരിശോധിച്ചു. നിങ്ങളറിയണം, സമുദായത്തിലെ 2 പത്രങ്ങൾ ഉപയോഗപ്പെടുത്തിയ CPM കളിച്ചത്. പിരായിരി പഞ്ചായത്ത് 3000 വോട്ടാണ്. ആകെ ഷാഫി പറമ്പലിന് ലീഡ് 3000 വോട്ടാണ്. ആ 3000 മറിയാൻ 1501 മറിഞ്ഞാൽ മതി. 3000ൻ്റെ നേർപകുതി 1500ആണ്. 1501 വോട്ട് മറിഞ്ഞാൽ നമ്മൾ തോൽക്കും, BJP ജയിക്കും. 1500 വോട്ട് മറിയാൻ 100 വോട്ട് മറിഞ്ഞാൽ മതി. 15 ബൂത്തിൽ 100 വോട്ട് മറിഞ്ഞാൽ മതി. അങ്ങനെയുള്ള 15 സമുദായത്തിൻ്റെ ഇജ്ജത്തുള്ള വോട്ടുള്ള പ്രദേശമാണ് പിരായിരി പഞ്ചായത്ത്. ഞാനവിടെ പോയിട്ടുണ്ട്. നിങ്ങളറിയണം, ആ പിരായിരി പഞ്ചായത്തിലെ മുസ്ലിം വീടുകളിൽ മാത്രം 2 പത്രങ്ങളെ ദേശാഭിമാനികൾ കൊടുക്കാത്ത പരസ്യം കൊടുത്ത് CPM ഇറക്കി. നമ്മളിങ്ങനെ വല്ലാത്ത സങ്കടത്തിലായിരുന്നു. ഞാൻ പറഞ്ഞല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താകും എന്ന് ചിന്തിച്ച്. എന്താ കാര്യം? BJP ജയിക്കാൻ ലക്ഷദ്വീപിലെടുത്ത പണി
ഇതുപോലെ ഉമ്മമാരെ ഇരുത്തിയിട്ട് നമ്മളെ കേരളത്തിൽ നിന്ന് ഒരാൾ പോയി പ്രസംഗിച്ചു കൊടുത്തതാണ്. സഹോദരിമാരെ, ഇനിയും ഈ PM സെയ്ദ് ജയിച്ചാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. ആ കോലം കണ്ടപ്പോൾ സഹോദരിമാർ വിശ്വസിച്ചു, പടച്ചവനോട് സമാധാനം പറയേണ്ടി വരും. കൈപ്പത്തിക്ക് വോട്ട് ചെയ്താൽ കണ്ടോ അപകടം. ആ വർത്താനം ഡോക്ടർ പൂക്കുഞ്ഞിക്കോയ ജയിച്ചു. LK അദ്വാനിയുടെ മുന്നണിയിൽ പോയി. അയാൾ അവിടെ എത്തേണ്ട താമസം നിയമം വന്നു. ഈ ബേപ്പൂരിൽ നിന്ന് പോകുന്ന ബോട്ടിൽ ചിറ്റുട്ട ഉമ്മമാരെ പ്രത്യേകം എൻക്വയറി ചെയ്ത് പ്രത്യേകം അവരെ ക്രൂശിക്കുന്ന പ്രവണത വന്നപ്പോൾ മാറ്റത്തിനൊരു വോട്ട് ചെയ്തവർ നാറ്റത്തിൻ്റെ ഒരു വോട്ടായി മാറിയത്. നമുക്കിങ്ങനെ തോന്നും, ഇപ്പം ലീഗ് ജയിക്കുന്നുണ്ട് കൊടുവള്ളിയിൽ, മുസ്ലിം ലീഗ് അവിടെ ജയിക്കുന്നുണ്ട്, നമ്മളെ MP 3 ലക്ഷം ഉണ്ട്, ഇതിങ്ങനെ സ്ഥിരം ജയിക്കുകയാണ്. ഇത് പറ്റൂല, ഒരു മാറ്റം വരുത്തണം. അപ്പോഴാണ് രസം. ഇതാ പാലക്കാട് ഈ മാഞ്ഞാളം കൊഞ്ചലൊക്കെയാണ് മാറിയിരുന്നു. BJP ജയിക്കുകയാണെങ്കിൽ LK അദ്വാനി അവിടുന്ന് നരേന്ദ്രമോദി ഇങ്ങനെ നോക്കുകയാണ്. ഒരു MLA ഇല്ലാതെ കേരളത്തിൽ ഇപ്പം അയാളാ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അൻവർ പറഞ്ഞത്. അൻവർ നടന്നു പറയാണ്. അൻവർ ആരാ? ഇടതുപക്ഷ MLA ആണ്. പിണറായിയുടെ പോക്ക് ശരിയല്ല. പിണറായി വിജയൻ RSSനെ പ്രോത്സാഹിപ്പിക്കുന്നു. RSSന്റെ പോലീസ് ഗ്യാങ്ങാണ് ആഭ്യന്തര വകുപ്പിൽ കുത്തി നിറച്ചിരിക്കുന്നത്. ആരാ പറയുന്നത്? പാർട്ടിക്കകത്ത് നിയാസ്, പാർട്ടിക്കകത്ത് അൻവർ, പിന്നെ ഫേസ്ബുക്കിലിട്ടു പുളിക്കലകത്ത് നിയാസ്, തിരൂരങ്ങാടിലെ സ്ഥാനാർത്ഥി മജീദ് സാഹിബിനെതിരെ മത്സരിച്ച, പിന്നെ മുന്നണിക്കകത്ത് വെളിയം ഭാർഗവൻ, പിന്നെ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. ഞാനാ പറയാത്തത്? ഈ പിണറായിയുടെ പോക്ക് കണ്ടാൽ ഇയാൾ മുണ്ടുടുത്ത മോഡിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് CPI പറഞ്ഞു. ഇപ്പം അൻവർ നടന്നു പറയാണ്. നിലമ്പൂര് മാത്രമല്ല, അരീക്കോട്ട അങ്ങാടിയിൽ, കോഴിക്കോട് കടപ്പുറത്ത്, കളമശ്ശേരിയിൽ അൻവർ ഇപ്പം മജീദൂരുക്കൾ തൈലം വെക്കാൻ നടക്കുക. നടന്നു പറയാണ്. ഒടിവ്, ചതവ്, വാദം, ഉന്മേഷമില്ലായ്മ, താല്പര്യക്കുറവ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാരിങ്ങനെ വട്ടം കൂടുകയാണ്. അപ്പോൾ ഇപ്പം കണ്ടില്ലേ, 170ഓളം ബൂത്തിൽ വയനാട്ടിൽ ഇതുവരെ 1ാം സ്ഥാനത്ത് UDF ആണെങ്കിൽ 2ാം സ്ഥാനത്ത് LDF. ഇത്തവണ മാറി, 2ാം സ്ഥാനത്ത് താമര മാറുകയാണ്, പെട്ടെന്ന് മാറുകയാണ്. 2ാം സ്ഥാനത്ത് താമര. എന്നിട്ട് നമ്മൾ ജാതി മതവും നോക്കാതെ ആ പ്രിയങ്കയെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചപ്പോ ചിലർ പറയാണ്, ഈ വർഗീയവാദികളെല്ലാം കൂടിയിട്ടുള്ള വോട്ട് കിട്ടിയിട്ടാണ് ഈ പ്രിയങ്ക ഇങ്ങോട്ട് വന്നത് എന്ന് വിജയരാഘവൻ പറയേണ്ട താമസം റാണ അതിൽ കയറി പിടിച്ചു. CAA NRC റാലി എന്തായിരുന്നു? മുസ്ലിം സമുദായത്തിലെ ആളുകളുടെ പൗരത്വം ചോദ്യം ചെയ്യുന്നതായിരുന്നു. അപ്പോൾ നമ്മളെ ഖത്തീബ്, സ്വദർ, മുദരിസ് എല്ലാവരും ജാഥയിലുണ്ടായിരുന്നു. സുന്നി, മുജാഹിദും ജമാഅത്തും ഒക്കെ ഉണ്ടായിരുന്നു ജാഥയിൽ. ജാഥ തുടങ്ങിയത് എവിടുന്നാ? പള്ളിയുടെ മുമ്പിൽ നിന്ന്. ജാഥ തുടങ്ങുമ്പോൾ എന്താ ചൊല്ലിയത്? ഖുലൂ തക്ബീർ. കൊടിയേരി പറഞ്ഞു, ആ ഒച്ച ശരിയല്ല, ആ ഒച്ച ഭീകരവാദിയുടേതാണ്. പാർട്ടി സെക്രട്ടറി അത് കേട്ടപാടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു, CAA NRC റാലിയിൽ ഭീകരവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇത് കേൾക്കേണ്ട താമസം നരേന്ദ്രമോദി ഇന്ത്യയുടെ പാർലമെന്റിൽ പറഞ്ഞു. കേരള के മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കഹ. നോക്കണം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, CAA NRC റാലി മേ ആതങ്കവാദി ഹേ. ആരാ പറയുന്നത്? മോഡി. ഏതുണ്ടാക്കി കൊടുത്തു? ഇവിടുന്ന് കൊടുത്തു. അയാളത് പറഞ്ഞു, വിഷയായി. തീർന്നില്ല. അച്യുതാനന്ദൻ വെറുതെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പിരാന്ത്, ഒരു മൂച്ചി പിരാന്ത്, അയാൾക്ക് അങ്ങനെയാണ്, ചിലപ്പോൾ ഒരു അസുഖമാണ്. ഒരു ദിവസം അയാൾ പറഞ്ഞു, ഇവിടെയുള്ള ഈ മുസ്ലിം ചെറുപ്പക്കാർ ഈ മുസ്ലിം സമുദായത്തിലല്ലാത്ത പെൺകുട്ടികളെ ലൈനടിച്ച് പ്രേമം നടിച്ച് കൊണ്ടുവന്ന് അവരുമായി ജീവിച്ച് മക്കളെ ഉണ്ടാക്കി ആ മക്കളെ പ്രസവിപ്പിച്ച് ഒരു 2025, 30, 35 ഒക്കെ ആകുമ്പോഴേക്ക് ഈ കേരള സംസ്ഥാനം
ഒരു ഇസ്ലാമിക രാജ്യമായാലും അത്ഭുതപ്പെടാനില്ല. ആര്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായ സഖാവ് VS ഇതുവരെ ഒരു ജലീലോ ഒരു അബ്ദുറഹ്മാനോ ഒരു ബ്രാഞ്ചോ ലോക്കലോ തിരുത്തിയിട്ടില്ല. എങ്ങനെ? 2025, 30, 35 ആകുമ്പോഴേക്ക് കേരള സംസ്ഥാനം ഒരു ഇസ്ലാമിക രാജ്യമായാലും അത്ഭുതപ്പെടാനില്ല. ഇത് പറയേണ്ട താമസം ആരാ ഏറ്റുപിടിച്ചത്? UP മുഖ്യമന്ത്രി, ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്തെ മുഖ്യമന്ത്രി. ഒരു പൊന്നുമോനെ, മോണ്ടിസോറി ക്ലാസ്സിലെ ഒരു പൊന്നുമോനെ ഇങ്ങനെ നിർത്തിയിട്ട് മുസ്ലിം കുട്ടിയാണ് എന്നുള്ള കാരണം കൊണ്ട് മറ്റു കുട്ടികളോട് പറഞ്ഞു, വാ മക്കളെ ഇവൻ്റെ മുഖത്തടിക്ക്. വന്നോര് മുഖത്തടിച്ച് ഇങ്ങനെ പോവുക, ആ കുട്ടി നിന്നിങ്ങനെ കൊള്ളുക. ആ UP യിൽ ഭരണം നടത്തുന്ന സാക്ഷാൽ യോഗി ആദിത്യനാഥ്. ആ യോഗി ആദിത്യനാഥ് ഈ അച്യുതാനന്ദൻ്റെ പ്രസ്താവന കേൾക്കേണ്ട താമസം. ഈ അച്യുതാനന്ദൻ്റെ പ്രസ്താവന കേൾക്കേണ്ട താമസം UP നിയമസഭയിൽ പറയാണ്, കേട്ടോളൂ. കേരള के मार्क्सवादी साम्यवादी मुख्यमंत्री ശ്രീ അച്യുതാനന്ദൻ ने कहा. നോക്കണം, അങ്ങനെ ഒരു കഹ ഉണ്ടായി. എന്താ? കേരള के मार्क्सवादी साम्यवादी मुख्यमंत्री ശ്രീ അച്യുതാനന്ദൻ ने कहा. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രി അച്യുതാനന്ദൻ പറയുന്നുണ്ട്, എന്ത്? ലവ് ജിഹാദ് ഉണ്ട്. നോക്കണം, ഇത് പറയേണ്ട താമസം. എന്താ ഈ ലവ് ജിഹാദ്? ഇയാൾ പറയുന്നത് മുസ്ലിം ചെറുപ്പക്കാർ അമുസ്ലിം കുട്ടികളെ പ്രേമിച്ച് ഷഹാദത്ത് ചൊല്ലി മതം മാറ്റിയാണ്. അപ്പോൾ വേറൊരു വിദ്വാൻ പറഞ്ഞു നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട്. അതേതാ നാർക്കോട്ടിക് ജിഹാദ്? കഞ്ചാവ് എടുത്ത് വലിപ്പിച്ചിട്ട് ഷഹാദത്തല്ല. ഓൻ്റെ ഷഹാദത്ത് എങ്ങനെയോടോ സ്വീകരിക്കുക? മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കല കലിമത്തു ഷഹാദത്തൈനി. ഈ സ്വയബോധമില്ലാത്തതിന് എന്ത് വെളിവാണ്ടാകുക? അല്ലെങ്കിൽ നോക്കൂ, ലവ് ജിഹാദ് എന്നുള്ള പദം തന്നെ തെറ്റല്ലേ? അത് മോരും മുതരിയും മാതിരിയാണ്, രണ്ടും തമ്മിൽ ചേരൂല. ലവ് തലേ കയറിയവന് ജിഹാദ് കൽബ് കയറുക, ജിഹാദ് കൽബ് കയറിയവന് ലവ് തലേ കയറുക. ഒരാൾ യുദ്ധത്തിന് പോകുമ്പോൾ ഒരു പെണ്ണ് ലൈനടിക്കാൻ നിന്ന് ആണ്ട് ശ്രദ്ധിക്കും, ഓൻ അള്ളാഹ് എന്നുള്ള ചിന്തയിലാണ് പോണത് അല്ലേ? ഒരു പെണ്ണിനെ പ്രേമിക്കാൻ പോണവനോട് യുദ്ധം ഉണ്ട് എന്ന് പറഞ്ഞ ഓനാ വൈക്ക് വരുമോ? ഓളെടുത്തേക്ക് പോവുകയല്ലേ ചെയ്യുക? ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞു. അതാ നേരത്തെ ഫിറോസ് പറഞ്ഞ എളമരം കരീം പറഞ്ഞു. ഇവിടെ സിജി എന്ന് പറയുന്നൊരു സംഘടന നമ്മളെ കുട്ടികൾക്ക് മോട്ടിവേഷൻ നടത്തുക, 10ാം ക്ലാസ് എങ്ങനെ പാസ്സാവാന്നുള്ള തന്ത്രം. ആ കുട്ടികൾ ജയിച്ച് ലെവലായി ഉഷാറായി ഒക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഈ കുട്ടികളെ ISISലേക്കൊക്കെ റിക്രൂട്ട്മെൻറ്റ് നടത്താൻ വേണ്ടി കോഴിക്കോട്ടെ ഒരു സ്ഥാപനം കേന്ദ്രീകരിച്ച് എന്ന് വരെ പറഞ്ഞു. ആര്? കരീം ക. ആലോചിക്കണം നിങ്ങൾ. മാർക്സിസ്റ്റ് പാർട്ടി സകല ഹേതു ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവർ പറയുന്നു ഞങ്ങളങ്ങനെ പറയുന്നില്ല, മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ച് പാസ്സാകുന്നു എന്ന് പറഞ്ഞതാരാ? മലപ്പുറത്ത് ഞങ്ങളുണ്ടാക്കിയ മാറ്റം മുസ്ലിം പെൺകുട്ടികളുടെ തട്ടം മാറ്റി എന്നുള്ളതാണ്. നോക്കണങ്ങൾ, CPMന്റെ ഒരു പാട്ടുണ്ടായിരുന്നു, മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന്. മാറ്റുവിൻ തട്ടങ്ങളെ എന്നതിലേക്ക് ആ പാർട്ടി കൂപ്പുകുത്തിയിരിക്കുന്നു. നോക്കണം, ഈ വിജയരാഘവൻ ഇത് മാത്രമല്ല പറഞ്ഞത്. ഞാൻ ഇയാളെ പഴയ ഒരു കുടിക്കടം പകർത്തി ഇപ്പം അടുത്ത്, അത് കഴിഞ്ഞ നോമ്പിന് അങ്ങനെ നമ്മളെ വീട്ടിൽ നനച്ചുളി ഉണ്ടാവുമല്ലോ, ഇവിടെ അങ്ങനെയാണോ അല്ലേ? വീടൊക്കെ കഴുകി വൃത്തിയാക്കൽ. അപ്പം എൻ്റെ ഭാര്യ പറഞ്ഞു ഈ പഴയ പേപ്പറൊക്കെ ഞാൻ ആക്രി കടക്കാരന് കൊടുക്കുകയാണ്. അപ്പോൾ പണ്ടത്തെ ദേശാഭിമാനി കുറേ എടുത്ത് വെച്ചിരുന്നു, നേരത്തെ അറിയാൻ സുബൈക്ക് വായിക്കണ പേപ്പർ ഞാൻ കുറേ സൂക്ഷിച്ച് വെച്ചിരുന്നു. അതിലൊരു കഷ്ണം കിട്ടി, ഒരു കഷ്ണം. കണ്ണൂരിലെ വർഗീയ വിരുദ്ധ റാലിയിൽ വിജയരാഘവൻ നടത്തിയ പ്രസംഗമാണ്. എന്താണെന്നറിയാം? അയാൾ പറയാണ്, മുമ്പ് തങ്ങന്മാരുടെയും മുസ്ലിംമാരുടെയും വീടുകളിലെ ബുർഖയും പർദ്ദയും ഉണ്ടായിരുന്നുള്ളൂ, ഇന്നത് കേരളത്തിൽ വ്യാപകമായിരിക്കുന്നു. ഇതെന്തോ താലിബാനോ? വിജയരാഘവൻ. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിർബന്ധിച്ച് കടകൾ അടപ്പിക്കുകയാണ്, വിശിഷ്യ റമദാൻ കാലയളവിൽ. ഇതെന്തോ സൗദിയോ? ആരാ ചോദിക്കുന്നത്? വിനയ് കത്യാറല്ല, സാധു റിദംബരയല്ല, മുരളി മനോഹർ ജോഷിയല്ല. ജാതിയും മതവും ഇല്ല എന്ന് പറയുന്ന സാക്ഷാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് വിജയരാഘവൻ. ഗെയിൽ പൈപ്പ് ലൈനിന്റെ വിഷയം വന്നപ്പോൾ ഇയാൾ പറയാ ഇവര് 6ാം നൂറ്റാണ്ടിലെ പ്രാകൃതക്കാർ. CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി. ഏതാ ഈ 6ാം നൂറ്റാണ്ട്? 6ാം നൂറ്റാണ്ട് ആരുടേതാണ്? അഷ്റഫുൽ ഖൽഖ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ്റാണ്ടാണ്. പാണക്കാട്ട് തങ്ങളുടെ നൂറ്റാണ്ടല്ല. ഇപ്പൊ പിണറായി വിജയൻ
ഈ വയനാട് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു വർത്തമാനം പറഞ്ഞു. എന്താ? ഈ പ്രിയങ്ക ഗാന്ധിക്ക് പിന്നിൽ മുസ്ലിം വർഗീയവാദികളാണ്, അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് ലീഗും പാണക്കാട്ട തങ്ങളുമാണ്, അതിന് ജമാഅത്തെ ഇസ്ലാമിയെയാണ് അവർ മുന്നിൽ നിർത്തുന്നത്. ഇപ്പൊ എവിടെ എന്ത് പിടിച്ചാലും ജമാഅത്തെ ഇസ്ലാമി. ഇപ്പൊ ഒരു മാർക്സിസ്റ്റുകാരനെ കൊണ്ട് ECG എടുത്താൽ ഫുള്ള് ജമാഅത്തെ ഇസ്ലാമി. എപ്പെടുത്ത് നോക്കിയാൽ ഏതിനൊരു ഇന്ന ഇവരോ ഈ ജമാഅത്തുമായി ഒരു ബന്ധമില്ലാത്തരങ്ങൾ. ഇപ്പൊ ജമാഅത്തെ മുഴുവൻ പറഞ്ഞു. അബ്ദുറഹിമാൻ മന്ത്രി എൻ്റെ ഫിറോസ് ഇവിടുന്ന് പ്രസംഗിച്ചു പോയി. എൻ്റെ തൊട്ടടുത്ത താനൂർ, ഞാൻ തിരൂരിൻ്റെയും കുറ്റിപ്പുറത്തിൻ്റെ ഇടയിലാണ്. ആ താനൂരിൽ 900 വോട്ടിനാണ് ഫിറോസ് തോറ്റത്. SDPIയും വെൽഫെയർ പാർട്ടിയും BJPയും നോക്കണം നിങ്ങൾ. 13 വാർഡിൽ താമരയാണ് ലീഡ്. താനൂർ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ 7 ആൾ ജയിച്ച്. കഴിഞ്ഞതിൽ 13 താമര കൗൺസിലർമാർ 13. ഞാൻ പറയണ അക്കം ഓർമ്മ വേണം. ആ 13 വാർഡിലും നിയമസഭയിൽ കപ്പും സ്വാസറും അബ്ദുറഹിമാന്റെ ചിഹ്നം ലീഡ്. എന്താ അതിൻ്റെ മലയാളം? BJPക്ക് മെമ്പർമാരുള്ള വാർഡില് ബൂത്തില് ആര് ലീഡ്? LDF. നിയമസഭയിൽ LDF ലീഡ്. ഇപ്പൊ 7 താമര, അവിടെ മുഴുവനും അബ്ദുറഹിമാൻ ലീഡ്. ഒരേ സമയത്ത് SDPIയുടെയും വോട്ട് കൊട്ടയിലാക്കി, BJPയുടെ വോട്ടും കൊട്ടയിലാക്കി. സാമ്പാർ മുന്നണി എന്ന് ഞാൻ അതിന് പറയൂല. കാരണം സാമ്പാറിൽ ഒരിക്കലും കോഴിമുട്ട ഉണ്ടാകാറില്ല. ഇതിലതുണ്ട്. പച്ചക്കറിയുടെ കൂടെ കോഴിമുട്ട, ലിവർ, സോയാബീനും ലിവറും ഒപ്പം. അബ്ദുറഹിമാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പറയില്ല, അത് ലീഗിനെ തോൽപ്പിക്കാൻ എല്ലാവരും ഒന്നായി. അതിൻ്റെ മലയാളം തന്നെ സാമ്പാർ. അത് നിങ്ങൾ കുറ്റിപ്പുറത്ത് നടത്തി KT ജലീലിനെ ജയിപ്പിക്കാൻ, എൻ്റെ കുഞ്ഞാപ്പാനെ തോൽപ്പിക്കാൻ നിങ്ങളെ കൊടുവള്ളിയിൽ നിന്നുണ്ട് 4 ബസ് പെണ്ണുങ്ങൾ വന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ കാർക്കൂൺ ഹൽക്ക മുഴുവൻ വന്ന് കുറ്റിപ്പുറത്ത് ഇറങ്ങി. എന്നാണ് അജിതനെ മജത്തടി അടിക്കാൻ നമ്മളെ കുട്ടികൾ ഇറങ്ങിയത്. അവിടെ നമ്മൾ ഇറങ്ങിയ സമയത്ത് ഇവരൊക്കെ നല്ല മക്കനധാരികൾ ഇറങ്ങി ഒന്നല്ലോ. കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ചത് എങ്ങനെയാണ് നിങ്ങൾ മറക്കാനായോ? എൻ്റെ മുനീർ സൗത്തിൽ മത്സരിക്കുമ്പോൾ, ഇപ്പൊ മുനീറല്ലേ ഇവിടുത്തെ MLA, മുനീർ സൗത്തിൽ മത്സരിക്കുമ്പോൾ ഒരു എതിർ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ആരാ? പ്രൊഫസർ അബ്ദുൽ വഹാബ്. സൗത്തിൽ മത്സരിച്ചില്ലേ ഈ അബ്ദുൽ വഹാബ് പ്രൊഫസർ, ഓർമ്മല്ലേ? AP അബ്ദുൽ വഹാബ്. ആ അബ്ദുൽ വഹാബ് മഞ്ചേരിയിൽ മത്സരിച്ചു. ആർക്കെതിരെ? അബ്ദുൾ റബ്ബിനെതിരെ. ആരാ മൂപ്പര്? ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് സിമി മുദ്രാവാക്യം വിളിക്കുമ്പോ അതിന്റെ സംസ്ഥാന പ്രസിഡന്റാ. നിങ്ങളെ LDFന്റെ സ്ഥാനാർത്ഥി ആര്? ഇതേ വഹാബ്. ആരോടായി വർത്താനം പറയുന്നത്? എന്നിട്ട് പിണറായി പറയാൻ രാഷ്ട്രീയ ചെറ്റത്തരം ചെയ്ത ലീഗ്. താനൂരിൽ തന്നെ കുഞ്ഞാലിക്കുട്ടി മറുപടി കൊടുത്തു. നല്ല മണ്ണിൽ വന്നിട്ടാ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തു ആവാം. അല്ലെങ്കിൽ 170ഓളം ബൂത്തിൽ എങ്ങനെ വയനാട്ടിൽ എങ്ങനെ വരണത്? മാറുകയാണ്. ഇപ്പൊ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് പൂരം കലക്കിയിട്ടാന്ന് പറയുന്നത് അരിവാൾ കതിരിൽ മത്സരിച്ച സ്ഥാനാർത്ഥി സുനിൽകുമാർ. നോക്കണം, സുനിൽകുമാറാ പറയുന്നത്. പൂരം കലക്കിയത് സുരേഷ് ഗോപിക്ക് ജയിക്കാനാണ് എന്ന് ഇടതുമുന്നണിയിലെ CPIയുടെ സ്ഥാനാർത്ഥിയായ സാക്ഷാൽ സുനിൽകുമാർ. നിങ്ങളിതെല്ലാം ചെയ്യാൻ ഒരേ തവണയാണ് നിങ്ങൾ ഈ പണിയൊക്കെ എടുക്കുന്നത്. ഞങ്ങൾ ജാതി മതം നോക്കി വോട്ട് ചെയ്യുന്നവരാ. നിങ്ങൾ ഇവിടെ ഈ കോഴിക്കോട്, ഇത് കോഴിക്കോട് മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നല്ലോ, കരീംക എന്നുള്ള മാത്രം ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. അത് കാക്കാര് കൂടുതലുള്ള സ്ഥലത്ത് മാത്രം. കോഴിക്കോട് ഞാൻ കണ്ടു ആ പോസ്റ്റർ. കരീംക ഇവിടെ, മറ്റൊരുത്തൊക്കെ സഖാവ് ഇളമരം കരീം. അവക്കാന്ന് പറഞ്ഞതിനെന്താ? അതിലൊരു മാനുണ്ട്. ഇസ്കാ മത്ലബ് ക്യാ ഹേ? അതിന്റെ ഉത്തരം എന്താണ് പറയണം. തഞ്ചം നോക്കി, താപ്പ് നോക്കി നിങ്ങൾ എന്തെല്ലാം ചെയ്തു? എന്നാ ഞങ്ങളെ കണ്ടു പഠിക്ക്. ഞങ്ങളെ PKK ബാബ ഗുരുവായൂരിൽ മത്സരിക്കുമ്പോ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം തുറന്നപ്പോ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കോണിച്ചിഹ്നം, ദൈവമേ ലീഗ് പരാജയപ്പെടരുത് എന്ന് പറഞ്ഞ് ഒരു ഹൈന്ദവൻ നേർച്ച നേർന്നതായിരുന്നു. ഞങ്ങളെ CHനെ കേരളക്കര നീട്ടി വിളിച്ചത് CHM കോയ. CHM കോയ. C ഫോർ ക്രിസ്ത്യൻ, H ഫോർ ഹിന്ദു, M ഫോർ മുസ്ലിം. CHM കോയ.
ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വേണ്ടപ്പെട്ട കോയ മതസൗഹാർദ്ദത്തിൻ്റെ കോയ. ഞങ്ങൾ ജാതി മതവും നോക്കിയല്ല സ്ഥാനാർത്ഥികളെ നിർത്തല്. തിരൂരങ്ങാടി 0.5% ക്രിസ്ത്യാനി ഇല്ലാത്ത തിരൂരങ്ങാടി ഔക്കാദർ കുട്ടിനഹയെ, അബൂ സാഹിബിനെ, അബ്ദുർ റബ്ബിനെ ജയിപ്പിച്ച് ശീലിപ്പിച്ച തിരൂരങ്ങാടിയുടെ മണ്ണിൽ ഞങ്ങൾ നിർത്തി. ആരെയാ നിർത്തിയത്? AK ആന്റണിയെ. 0.5% ക്രിസ്ത്യാനി ഇല്ലാത്ത മണ്ഡലത്തിൽ, അതും കോണിയിലല്ല, കൈപ്പത്തിയിൽ. ആരെ നിർത്തി? ആന്റണിയെ. അന്ന് രസമുണ്ടായി. ശിഹാബ് തങ്ങൾ ഈ സീറ്റ് വിറ്റിരിക്കുന്നു എന്ന് മാതൃഭൂമി എഴുതി. കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും ഒത്തുകളിച്ചു എന്ന് മാധ്യമം എഴുതി. ഞാൻ ഓർക്കുന്നു, അന്നത്തെ ദേശാഭിമാനിയിൽ ഒരു വെണ്ടക്ക ഉണ്ടായിരുന്നു. എന്താ വെണ്ടക്ക നിരത്തിയത്? തിരൂരങ്ങാടിയിലെ അന്നത്തെ പാട്ട്, കാത്തു സൂക്ഷിച്ച ലീഗിന്റെ മണ്ഡലം കാക്ക കൊത്തി പോകും. അതായിരുന്നു പാട്ട്. നിങ്ങളറിയണം, അവിടെ ആരാ മത്സരിച്ചത്? കോണിയിൽ ലീഗല്ല, ലീഗിന്റെ കോട്ടയിൽ ശ്രീമാൻ AK ആന്റണി എന്ന കോൺഗ്രസ്സുകാരനെ കൈപ്പത്തി ചിഹ്നത്തിൽ നിർത്തി. അബ്ദുൽ നാസർ മഅദനി വന്നു മമ്പുറത്ത് പ്രസംഗിച്ചു. പള്ളി പൊളിച്ച കൈപ്പത്തിയോ മക്കളെ. ആര്? മഅദനി. അപ്പോഴാണ് TK ഹംസ തിരൂരങ്ങാടിയിൽ പ്രസംഗിക്കുന്നത്. ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആന്റണിയോ. എന്താ അതിന്റെ അർത്ഥം? മാപ്പിളാരുടെ നാട്ടില് അച്ചായനോന്നാ മലയാളം. എന്നിട്ടോ അന്ന് വേറൊരു കരീം ഉണ്ടായിരുന്നു, ഒരു ചരിത്രകാരൻ. മൂപ്പരായിരുന്നു ഇടതുപക്ഷ സ്ഥാനം. എന്നെ കരീം ആരെ സ്ഥാനാർത്ഥി? LDFന്റെ. എന്താ അതിന്റെ അർത്ഥം? ഹംസാക്ക പറയുന്നതിന്റെ മലയാളം എന്താ? ഈ ക്രിസ്ത്യാനിയെ അല്ല മുസ്ലിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കേണ്ടത്. ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആന്റണിയോ. ആര്? TK ഹംസ. പള്ളി പൊളിച്ച കൈപ്പത്തിയോ. ആര്? അബ്ദുൽ നാസർ മഅദനി. INL ഒരു ഭാഗത്ത്. ഇങ്ങനെയായിരുന്നു മത്സരം. നമ്മൾ സ്ത്രീകൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുക. മക്കളെ, ഈ കൊല്ലം ചിഹ്നം, ഇപ്രാവശ്യം ചിഹ്നം കോണിയല്ലട്ടാ, ഏണിയല്ലട്ടാ, കൈപ്പത്തിയട്ടോ, അങ്ങനെ പറയാം. ഇയാള് പള്ളി പൊളിച്ച കൈപ്പത്തി എന്ന് പറയാം. ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആന്റണിയോ എന്ന് ഹംസാക്ക പറയാം. അന്ന് കുടുംബയോഗം ഞാൻ ആദ്യമായിട്ട് കണ്ടത് തിരുരങ്ങാടിയിലാണ്. പരപ്പനങ്ങാടി ഒട്ടുമ്മൽ കടപ്പുറത്തിരിക്കുന്ന ഉമ്മമാർക്ക് ഇങ്ങനെ പ്രസംഗിച്ചു കൊടുക്കുകയാണ് നമ്മൾ. കോണില്ലട്ടോ, കൈപ്പത്തിയാണ് കേട്ടോ, ആന്റണി നമ്മുടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്, പാണക്കാട്ട തങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥിയാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണേ, വോട്ട് ചെയ്യുമ്പോൾ കോണില്ല എന്ന് തോന്നിയിട്ട് ബൂത്തിൽ നിന്ന് ഇറങ്ങി പോരരുതെന്ന് ഉമ്മമാർക്ക് ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. ആ കുടുംബയോഗം കഴിഞ്ഞ് പോകുന്ന വല്യമ്മമാരെ തടഞ്ഞു നിർത്തി മാതൃഭൂമിയുടെ ഫിത്തനക്കാരൻ. അന്ന് ചാനലുകാരെ പ്രസവിച്ചിട്ടില്ല. അന്ന് ഈ ഫിത്തനയുടെ ടവർ എവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് പത്രമായിരുന്നു. മാതൃഭൂമിയുടെ ലേഖകൻ കുടുംബയോഗം കഴിഞ്ഞ് വരുന്ന വല്യമ്മാനെ തടഞ്ഞു നിർത്തി ചോദിച്ചു, അല്ല വല്യമ്മ, ഈ ഏണിക്ക് കോണിക്ക് മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങൾ എങ്ങനെയാണ് ഈ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യാൻ? ഈ ഏണിക്ക് കോണിക്ക് മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങൾ എങ്ങനെയായി കൈപ്പത്തിക്ക് ചെയ്യുക? ആ വല്യമ്മ നിലത്ത് കിടക്കുന്ന ഒരു കൊള്ളിക്കഷ്ണം, ഒരു മരക്കഷ്ണം എടുത്തിട്ട് പറഞ്ഞ, എടാ മോനെ, ഇതാണ് ചിഹ്നെന്ന് പാണക്കാട്ട കുട്ടിയോട് പറഞ്ഞ വോട്ട് ഇതിമുണ്ടാവും, ചിലക്കാതെ വോടാ വിടുന്നതെന്ന്. ആരോട്? മാതൃഭൂമി ലേഖകനോട്. ആ വല്യമ്മാൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധതയാണ് മുസ്ലിം ലീഗിൻ്റെ കൽബ്. അള്ളാഹു അത് എന്നൊന്നും നിലനിർത്തട്ടെ. നമുക്ക് ജാതി മതം നോക്കിയുള്ള പരിപാടിയല്ല. നമ്മൾ ജയിപ്പിക്കുമ്പോൾ ആരെയൊക്കെ ജയിപ്പിച്ചു? ഇപ്പോൾ കണ്ടോ, വടകരയിൽ നമ്മൾ മുല്ലപ്പള്ളിയെ ജയിപ്പിച്ചു, അതുപോലെ എത്ര ആളുകൾ ജയിപ്പിച്ചു? മുരളിയെ ജയിപ്പിച്ചു. പക്ഷെ ഇപ്പൊ ഷാഫിയെ നിർത്തിയപ്പോ ഫിത്ന വന്നു. എന്താ പറഞ്ഞത്? ഷാഫി മുസൽമാൻ, 5 നേരം നിസ്കരിക്കുന്ന മുസൽമാൻ. മറ്റേ സ്ഥാനാർത്ഥി ശൈലജ കാഫിർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോസ്റ്റർ ഇറക്കിന്ന് വരുത്തി തീർത്തിട്ട് ഇവരൊരു പോസ്റ്റർ ഇറക്കി, എന്നിട്ട് അത് വാട്സപ്പിലിട്ട്. ആ സഖാക്കള് ഇറക്കിയ ആ പോസ്റ്ററിന്റെ ബാപ്പാൻ അതുവരെ കണ്ടെത്തിയിട്ടില്ല. ഈ ഫേസ്ബുക്കിലൊന്നിട്ടാൽ പെട്ടെന്ന് കിട്ടും. ഞാനൊരു ഉദാഹരണം പറഞ്ഞ് നിർത്താം. ഇപ്പോ പെട്ടെന്ന് കിട്ടും. അതെങ്ങനെ? നമ്മൾ നമ്മുടെ നാട്ടിലെ ഗ്രൂപ്പിലെങ്ങാനും ഒരു ഭീഷണി എഴുതി അയച്ചാൽ ഇത് എങ്ങനെയാ എവിടുന്നാ വന്നതെന്ന് ഇതിൻ്റെ ശില്പിയെ പിടിക്കാൻ കിട്ടും. ഇപ്പോൾ ഞങ്ങളെ മലപ്പുറം ജില്ലയിൽ അത്ഭുതം ഉണ്ടായി, നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല. 17 വയസ്സായ ഒരു കുട്ടീനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. +2 +1 കുട്ടിയാണ്. ഈ +1 കുട്ടിയെ അറസ്റ്റ് ചെയ്ത് എന്തിനാണെന്നറിയാം?
ഇപ്പോൾ ഈ 2 ആഴ്ച മുമ്പ് 3 ദിവസം മഴ ഇതല്ല. ഈ മഴ പെയ്യണ സമയത്ത് നാളെ സ്കൂളില്ലാന്ന് +1 പഠിക്കണ ഒരു ചെക്കൻ കലക്ടറായിട്ട് 1 ദിവസം ജീവിച്ചാണ്ട് ഓൻ്റെ വക നാളെ കാലവർഷക്കെടുതിയായതിനാൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുന്നതാണെന്ന് 17 വയസ്സുള്ള ഒരു ചെറുക്കൻ വാട്സപ്പിലിട്ടു. കുട്ടികൾ സ്കൂളിലെത്തിയില്ല. അന്വേഷിച്ചപ്പോൾ കലക്ടർ പറഞ്ഞു ഞാൻ പ്രഖ്യാപിച്ചിട്ടില്ല. കുട്ടികളാണെങ്കിൽ 1 ദിവസം ഒഴിവ് കിട്ടാൻ കാത്തിക്കുകയാണ്. ഇപ്പം എൻ്റെ ചെക്കൻ രാവിലെ എണീറ്റേക്ക് ചോദിക്കും, കലക്ടർ അവധി പ്രഖ്യാപിച്ചാൽ സമസ്തക്ക് ബാധകമാണോ? ചെക്കൻ ചോദിക്കുകയാണ്. അതെന്തിനാ? ചെക്കനക്കൊന്ന് പോകാതിരിക്കണം. അതുണ്ടായിരുന്നല്ലോ മുമ്പ്, ഞാൻ പറയാറുണ്ട്. പണ്ട് ഖിയാമത്ത് നാളിനെ പറ്റി ക്ലാസ് എടുക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞു ഇസ്രാഫീൽ സൂറിൽ ഊതും. അന്ന് മക്കളെ ആകാശമുണ്ട് പൊട്ടിക്കീറും. കുട്ടികൾ പുസ്തകമൊക്കെ പൂട്ടി വെച്ചിട്ട് ആകെ അന്തം വിട്ടിരുന്നു. ആകാശം പൊട്ടിക്കീറുമോ? പിന്നല്ലാതെ. പിന്നെ നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴും. പടച്ചറബ്ബേ, നക്ഷത്രം കൊഴിഞ്ഞു വീഴും ചെയ്യോ? അതെ. പർവ്വതങ്ങൾ ഛിന്ന ഭിന്നമാകും. കുട്ടികളാകെ ബേജാറായി നിൽക്കുക. അപ്പോൾ ഉസ്താദ് പറഞ്ഞു കടല് ആളിക്കത്തും. ബേജാറാകാൻ പിന്നെ എവിടെക്കെങ്കിലും പോണോ? എന്നിട്ട് കുട്ടികളോട് ഉസ്താദ് പറഞ്ഞു അന്ന് അള്ളല്ലാത്ത ഒന്നും ഉണ്ടാവില്ല. അന്ന് അള്ളല്ലാത്ത ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നിലെ ബെഞ്ചിൽ നിന്ന് ഒരു ചെക്കൻ ഓടി വന്നിട്ട് ചോദിക്കുകയാണ്, ഉസ്താദെ അന്ന് മദ്രസ ഉണ്ടാവുമെന്ന്. അപ്പം എന്താ അറിയുക, ഓൻ്റെ മനസ്സിൽ സദർ ഉസ്താദ് മരിച്ചിട്ടാണോ മദ്രസയ്ക്ക് പോകാതിരിക്കണം കാത്തിക്കുക. അതുപോലത്തെ ഒരു ചെക്കൻ മലപ്പുറം ജില്ലയിൽ ജില്ലാ കലക്ടറായി 1 ദിവസം ജീവിച്ചാണ്ട് ഓൻ്റെ വക അവധി പ്രഖ്യാപിച്ചു. ആ കുട്ടിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പോലീസ്. ഫേസ്ബുക്കിലിട്ട കുട്ടിയെ കണ്ടെത്താൻ എളുപ്പമാണ്. എന്നാൽ വടകരയിലെ കാഫിറിൻ്റെ ബാപ്പാൻ ഇതുവരെ പിടിച്ചിട്ടില്ല. ഈ കളി CPM അവിടെ കളിച്ചപ്പോഴാണ് മാർച്ചിട്ടുവാട്ടിയിലെ മുത്തലക്കായ സഖാക്കള് പാർട്ടി ഇക്വാലത്തിൽ പോയാൽ പാർട്ടിയെ ഞങ്ങൾ തിരിഞ്ഞു കുത്തുമെന്ന് പറഞ്ഞ് എല്ലാവരും കണ്ണു ഞെമ്പി കൈപ്പത്തിക്ക് കുത്തി. ഇപ്പം മാർച്ചിട്ടുവാട്ടി 2 പണിയെടുക്കണം. കാഫിറിൻ്റെ ബാപ്പാനെയും പിടിക്കണം, മുനാഫിക്കിൻ്റെ മക്കളെയും പിടിക്കണം. 2 തെറ്റാ പോലെ ചെയ്തത്. അത്ഭുതാവഹം. നാടെല്ലാം കുട്ടിച്ചോറാകാൻ വേണ്ടി കാത്തിരിക്കുക ഇവർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ അപകടങ്ങളും ചെയ്യുന്നു. നാട്ടിൻ്റെ അവസ്ഥകളൊക്കെ മാറി, എല്ലാം പോയി. ഇവിടെ ഫിറോസ് പറഞ്ഞല്ലോ, ദുരിതം വന്നാൽ പിണറായി വിജയൻ നല്ല സന്തോഷമാണ്. കാരണം മൂപ്പരിങ്ങനെ അടിച്ചു മാറ്റാണ്. മൂപ്പർക്ക് സുഖം, നല്ല സുഖം. ഭാര്യക്ക് ഭയങ്കര സുഖം. മൂപ്പരം മരോൻ റിയാസ് ആണെങ്കിൽ സുന്നത്തല്യാണം കഴിച്ച കുട്ടി പുറത്തിറങ്ങിയ മാതിരി എന്തൊരു ചൊർക്ക് വെച്ചിക്കണെന്ന് അറിയാം. മകൾ വീണക്ക് ശമ്പളം വാങ്ങാണ്, ജോലി എടുക്കാതെ മാസപ്പടി. നോക്കണം, കാരുണ്യ ബെനവലൻ്റ് നിന്നു, ക്യാൻസർ രോഗി നിന്നു, കിഡ്നി രോഗിയുടെ സഹായം നിന്നു. പക്ഷേ ഞാൻ പറയട്ടെ, ഒരു പെമ്പറന്നോളോട് കരുണ കാണിച്ചു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ആ പെമ്പറന്നോൾ എഴുതിയെടുത്ത എമൗണ്ട് എത്രയെന്നറിയോ? ഞെട്ടരുത്, 72,37,194 രൂപ. 72 ലക്ഷം എന്ന് പറഞ്ഞാൽ 3/4 കോടിയാണ്. അത് എഴുതി ഒപ്പിട്ട് വാങ്ങിയ സ്ത്രീയുടെ പേര് കമലം, വൈഫ് ഓഫ് പിണറായി വിജയൻ. പിണറായി വിജയൻ്റെ ഭാര്യയ്ക്ക് രക്ഷ, മകൾക്ക് രക്ഷ, മരോന് രക്ഷ. AI ക്യാമറ വിവാദത്തിൽ കിട്ടേണ്ട പൈസ കിട്ടാതായപ്പോൾ കരഞ്ഞു വന്ന ആള് സങ്കടം പറഞ്ഞപ്പോൾ പൈസ മുഴുവൻ ക്ലോസ്ഡ് എഴുതിപ്പോയിക്കണം. ആരാത് കൊണ്ടുപോയതെന്ന് CCTV ചെക്ക് ചെയ്തപ്പോൾ ഇൻസൈഡ് ചെയ്ത ഒരാളുണ്ട്, വരണ ഒപ്പിട്ട് പോണ്. അതാരാന്നറിയോ? പിണറായിയുടെ ചെക്കൻ പെണ്ണിട്ടി കൊടുത്ത അമ്മോശൻ. ഭയങ്കര രസം. ഇപ്പം നമ്മളും ആ കുടുംബത്തേക്കൊന്ന് കെട്ടിച്ചു കൊടുത്താൽ നമ്മളും കഴിച്ചിലാവും. ആ കുടുംബം ഭയങ്കര ഹാപ്പിയാണ്. പിണറായി വിജയൻ്റെ കുടുംബത്തേക്ക് ബന്ധം നടത്തിയ എല്ലാവരും രക്ഷപ്പെടുകയാണ്. അത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നോട് മാഷ് ചോദിച്ചു, നിനക്ക് എന്താവാനാണ് ആഗ്രഹം? ഞാൻ പറഞ്ഞു അധ്യാപകനാവാൻ. എന്നോട് ഇരിക്കാൻ പറഞ്ഞു. മനോജ് നിന്റെ ആഗ്രഹം എന്താ? മനോജ് പറഞ്ഞു ഡോക്ടർ ആവണം. ഇരിക്ക് മനോജ്. അബൂബക്കർ പറയും നിന്റെ ആഗ്രഹം എന്താണ്? അബൂബക്കർ പറഞ്ഞു എനിക്ക് എഞ്ചിനീയർ ആവണം. എല്ലാവരും ഇരുത്തിയ ശേഷം മാഷ് പറഞ്ഞു ശശി സ്റ്റാൻഡപ്പ്. ശശിയുടെ ആഗ്രഹം എന്താ, മോഹം ഒന്ന് പറയും. എനിക്ക് ഡോക്ടറും ആവണ്ട മാഷെ, എഞ്ചിനീയറും ആവണ്ട, അധ്യാപകനും ആവണ്ട. എനിക്ക് കാറും ബംഗ്ലാവും റിസോർട്ടുമുള്ള നല്ലൊരു മുതലാളിയായി കിട്ടിയാൽ മതിയായിരുന്നു. ശശി സിറ്റ് ഓൺ ദയർ. കുട്ടി അവിടെ ഇരിക്ക്. ശ്രീകല സ്റ്റാൻഡപ്പ്. മോളെ പറയേ നിനക്ക് എന്താവാൻ ആഗ്രഹം? ശ്രീകല പറഞ്ഞു ഇപ്പം ഇരുന്ന ശശിയുടെ ഭാര്യയാവാനാണ് എനിക്ക് ആഗ്രഹം എന്നാണ്. അതോടുകൂടി ഓളും രക്ഷപ്പെടുകയാണ്. അപ്പം അതുകൊണ്ട് പിണറായി ഫാമിലി നല്ല ഹാപ്പിയാണ്. ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പാവം,
അവനൊന്നുമില്ല, അവൻ ഷവർമ്മയുടെ കമ്പി, ഈ വേവും ചൂടും കൊള്ളലും ബാക്കി, പിന്നെ എന്തെങ്കിലും ചെറുനാരങ്ങം ഒറ്റ കുളിരല്ലാതെ ഒരു നനവും ആ സാധുവിനില്ല. കമ്മ്യൂണിസം എല്ലാം കൊണ്ടും നാടിനെ അപായപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ കലാപങ്ങൾ വരരുത് നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രളയം വരരുത് നമ്മൾ ആഗ്രഹിക്കുന്നു, ഒരു നിപ്പ വരരുത്, ഒരു കൊറോണ വരരുത്, ഒരു ഉരുൾപൊട്ടൽ വരരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ പിണറായി വിജയൻ അങ്ങനല്ല. പിണറായി വിജയൻ്റെ ആഗ്രഹം എന്താണെന്നറിയോ? ഇതൊക്കെ വന്നാലേ ഫണ്ട് പിരിക്കാൻ പറ്റൂ, പിരിച്ചാൽ ദുരിതാശ്വാസ ഫണ്ട് എന്ന് പേരൂടാ. ദുരിതാശ്വാസ ഫണ്ട് വന്നാലോ ദുരിതം ജനങ്ങൾക്കും ആശ്വാസം ഈ ചങ്ങായിക്കുമാണ്. കാരണം ഇയാൾക്കും ഇയാളെ പാർട്ടിക്കും ഈശ്വരനിൽ വലിയ വിശ്വാസമൊന്നുമില്ല, പക്ഷെ കോടീശ്വരനിൽ ഭയങ്കര വിശ്വാസമാണ്. അതുകൊണ്ട് ഈ കാട്ടുകള്ളന്മാരെ തിരിച്ചറിയാനാവട്ടെ ഈ പൊതുയോഗം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് മുസ്ലിം ലീഗ്.